Hello all, welcome back to our channel Career Craft Kerala PSC. അപ്പം നമുക്ക് വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഇനി ഏകദേശം 1.5 മാസം സമയമുണ്ട് എക്സാമിന്. അപ്പോൾ ഇന്ന് മുതൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലുള്ള എല്ലാവിധ 10th ലെവൽ എക്സാമുകളുടെ പരീക്ഷകളിൽ PSC മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനോടനുബന്ധിച്ച് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും നമുക്ക് നോക്കി തുടങ്ങാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നതെങ്കിലും എല്ലാ 10th ലെവൽ എക്സാംസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു? നാനാ സാഹിബ്, താന്തിയ തോപ്പി, ബഹദൂർ ഷാ രണ്ടാമൻ, മൗലവി അഹമ്മദുള്ള. ഉത്തരം ഓപ്ഷൻ സി, ബഹദൂർ ഷാ രണ്ടാമൻ. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴായിരുന്നു? 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് യുദ്ധം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തിന് വേറൊരു പേര് കൊടുത്തിരുന്നു. ഏതായിരുന്നു അത്? ശിപ്പായി ലഹള. നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡെവിൾസ് വീൻസ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷർ വിശേഷിപ്പിച്ചതും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ ചക്രവർത്തി. അതോടുകൂടി മുഗൾ ഭരണം അവസാനിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, ദാദാഭായ് നവറോജി. ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി തന്നെയാണ്. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച ഒരു പത്രം ഉണ്ടായിരുന്നു. ഏതാണത്? വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അതോടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, എന്താണ് ഈ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും അത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക ചോർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. അതായത് ബ്രിട്ടീഷ് ഭരണം കാരണം ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നു പോകുന്നു, അതോടുകൂടി ഇന്ത്യ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക ചോർച്ചയിലേക്കും പോകുന്നു എന്നൊക്കെയാണ് ഈ ചോർച്ചാ സിദ്ധാന്തത്തിൽ പറയണത്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ചേർന്ന കൺവെൻഷന് നേതൃത്വം നൽകിയതാര്? ജെയിംസ് മാഡിസൺ, ജോർജ് വാഷിങ്ടൺ, ജോൺ ലോക്ക്, തോമസ് പെയിൻ. ഓപ്ഷൻ കെ, ജെയിംസ് മാഡിസൺ ആണ് കറക്റ്റ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടേത്. നമ്മുടെ ഇന്ത്യയുടേതാണ് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെയാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? അതെല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ. അതുകൂടി ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ. ഓപ്ഷൻ ഡി, റഷ്യയാണ് കറക്റ്റ് ആൻസർ. ഈ ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ഇതിൻ്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ലെനിൻ ആയിരുന്നു. വ്ളാഡിമർ ലെനിൻ എന്നാണ് മുഴുവൻ പേര്. ഈ ലെനിൻ തന്നെയാണ് സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. പെട്രോഗ്രാഡ് എന്നൊരു പ്രദേശം റഷ്യയിലുണ്ടായിരുന്നു. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശമായിരുന്നു ഈ പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്ക് നേരെ
പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? കർണാടക, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന. ഉത്തരം ഓപ്ഷൻ ഡി, ഹരിയാന സംസ്ഥാനക്കാരനാണ്. അതുപോലെ ഈ അടുത്ത് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് നീരജ് ചോപ്ര മാറിയിട്ടുണ്ടായിരുന്നു. അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തു വയ്ക്കുക. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൗമഘടനയിൽ മോഹോവിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നു. മോഹോവിച്ഛിന്നയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ടുതാഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോവിച്ഛിന്നത. ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് മോഹോവിച്ഛിന്നത. അപ്പോൾ എന്താണ് മോഹോവിച്ഛിന്നത എന്ന് പറയുന്നത്? ഭൂവൽക്കത്തിൻ്റെയും മാന്റിലിൻ്റെയും അതിർവരമ്പ് പോലെയാണ് ഈ മോഹോവിച്ഛിന്നത കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. നമുക്ക് ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഏതൊക്കെയാണത്? ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകപ്പാമ്പ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാന്റിൽ. ഈ മാന്റിലിൻ്റെയും ഭൂവൽക്കത്തിൻ്റെയും അതിർവരമ്പ് പോലെയാണ് ഈ മോഹോവിച്ഛിന്നത കാണപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? ബിയാസ്, സാങ്പോ, സത്ലജ്, സിന്ധു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. സിന്ധു നദി ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അപ്പോൾ 2021 10th പ്രിലിംസിന് ഈ സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചിരുന്നു. ചില്ലാർ വനപ്രദേശത്ത് വെച്ചാണ് സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സത്ലജ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഈ ബക്രാനങ്കൽ അണക്കെട്ടൊക്കെ സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാങ്പോ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ടിബറ്റിലുള്ള പേരാണ് സാങ്പോ. അതൊക്കെ പലവട്ടം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർത്തു വയ്ക്കാം. ബിയാസും സിന്ധുവിൻ്റെ തന്നെ ഒരു പോഷക നദിയാണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനിഷ്ഠ നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? 22 ഡിഗ്രി സെൽഷ്യസ്, 23 ഡിഗ്രി സെൽഷ്യസ്, 24 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഈ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെയാണ് ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിലെ ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു? തെന്മല, നീലഗിരി, നെയ്യാർ, അഗസ്ത്യമല. ഉത്തരം ഓപ്ഷൻ ഡി, അഗസ്ത്യമലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യമല. 2001 കേന്ദ്ര സർക്കാർ അഗസ്ത്യമലയെ ഈ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഉത്തരം വരുന്നത്. അത് അന്നത്തെ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഉത്തരം ഓർത്തു വയ്ക്കുക, ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്, ഓർത്തു വയ്ക്കുക.
അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ പറയാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ വരെ ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്